അമ്മമാരെവിടെയുണ്ടോ അവിടെ കുട്ടികളും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അടുക്കളയിലാണെങ്കിൽ ഇങ്കി ഇത് അവിടെ ഉണ്ടാവും കേട്ടോ. ഫോണിൽ ഫ്ലാഷ് അടിക്കുമ്പോഴുള്ള എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. ഇത് അമ്മു, നമ്മുടെ കസിനാണ് കേട്ടോ. അമ്മു വന്നാൽ പിന്നെ ഇങ്കിനെ താഴ്ത്ത് വെക്കാതെ നോക്കിക്കോളും. സമയം കഴിക്കാനുള്ളത് കൊണ്ടുകൊടുത്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ വേഗം പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടികളുള്ള വീടാവുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എത്ര അടുക്കി പെറുക്കി വെച്ചാലും വീണ്ടും വൃത്തികേടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുകയാണ്. കുട്ടീനെ ആരെങ്കിലും ഒന്ന് മാറിയെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം പണികൾ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാത്ത സമയത്ത് അവൻ്റെ പിന്നാലെ ഓടി ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് ഒതുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എല്ലാവിടെയും ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടു. ആ സെറ്റിലുള്ള കുറച്ച് കറി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എല്ലാവിടെയും ഒന്ന് നീറ്റാക്കിയിട്ടു, സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിട്ട്. അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു കേട്ടോ. ഇപ്പോൾ സമയം ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്, 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചായയുടെ സമയമായപ്പോൾ ചായ വെച്ചു. ആ ചായയുടെ കൂടെ ഈ മുറുക്കുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അമ്മു ഇതേ എൻട്രൻസ് കോച്ചിങ്ങിന് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു, നാളെ ക്ലാസ്സിൽ എടുക്കാനുള്ളതൊക്കെ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.